friends, ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രെസ്, സ്ട്രെയിൻ, അതേപോലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രംസ്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, അങ്ങനത്തെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സ്ട്രെസ്സ്? നമ്മളൊരു ബോഡിയിൽ ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബോഡിയിൽ ഡെവലപ്പ് ആവുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഈ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. It is the internal resistance offered by a body against deformation per unit area. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, പാസ്കൽ. ഇനി 1 MPa 1 മെഗാ പാസ്കൽ എത്ര ന്യൂട്ടൺ പെർ mm² ആണെന്നുള്ള കൺവേർഷൻ അതെപ്പോഴും അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ 1 MPa is equal to 1 ന്യൂട്ടൺ പെർ mm². ഇനിയും ഡയമെൻഷൻ ഫോർമുല എന്താണ് സ്ട്രെസ്സിൻ്റെ? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. അപ്പം ന്യൂമറേറ്ററിൽ ഫോഴ്സിൻ്റെ ml(T)⁻², ഡിനോമിനേറ്ററിൽ ഏരിയയുടെ L² ചെയ്യുമ്പോൾ നമുക്ക് ml((1), T)⁻² എന്ന് കിട്ടും. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇനിയും സ്ട്രെസ്സ് തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രെസ്, ട്രൂ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ വിളിക്കാം. എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ ലോഡ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ ബോഡിയുടെ ക്രോസ് സെക്ഷൻ ഏരിയ എത്ര ആണോ അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഇനി ട്രൂ സ്ട്രെസ് എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്തോറും ഈ ഏരിയയിൽ വ്യത്യാസം വരും. ഇപ്പം നമ്മൾ നെക്കിങ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വലിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഏരിയയിൽ ഒരു വ്യത്യാസം വരും. അതിൻ്റെ ലെങ്ത് വൈസ് അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഒന്ന് കുറയും. അപ്പോൾ അങ്ങനെ ഏരിയയിലൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഏരിയയുടെ ചേഞ്ച് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കറക്റ്റ് ആ ഒരു ടൈമിലുള്ള ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്ട്രെസ്സിൻ്റെ വാല്യൂവിനെ ട്രൂ സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. ട്രൂ സ്ട്രെസ് ഇസ് എ അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ ദ ആക്ച്വൽ ക്രോസ് സെക്ഷൻ ഏരിയ, ദ ചേഞ്ചിങ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ഓഫ് ദ സ്പെസിമെൻ അറ്റ് ദാറ്റ് ലോഡ്. അപ്പോൾ അങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രെസ്, ട്രൂ സ്ട്രെസ് എന്നൊക്കെ വിളിക്കാം. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് എന്തൊക്കെയാണ്? നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് എന്നൊക്കെ വിളിക്കും. പിന്നുള്ളത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സർഫസിന് പാരലായിട്ടായിരിക്കും സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. സർഫസിൻ്റെ പ്ലേറ്റിന് പാരലായിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കും. ഇനി ഈ ഡയറക്റ്റ് സ്ട്രെസ്സിൽ തന്നെ വീണ്ടും കാറ്റഗറീസ് ഉണ്ട്. ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് എന്നൊക്കെ. ഓരോന്നും നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്ട്രെസ് ഓർ നോർമൽ സ്ട്രെസ്. ഇഫ് ദ സ്ട്രെസ്സസ് ആർ നോർമൽ ടു ദ ഏരിയാസ് കൺസേൺഡ്, ദെൻ ദീസ് ആർ ടേംഡ് ആസ് നോർമൽ സ്ട്രെസ്സസ്. നോർമൽ സ്ട്രെസ്സസ് ആർ ഡിനോട്ടഡ് ബൈ സിഗ്മ. നമ്മൾ നോർമൽ സ്ട്രെസ്സിനെ സിഗ്മ എന്നും ഷിയർ സ്ട്രെസ്സിനെ ടോയും യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോർമൽ സ്ട്രെസ് ക്യാൻ ബി എയ്തർ ടെൻസൈൽ ഓർ കംപ്രസീവ്. ഇനി ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബോഡിയിൽ പുള്ളിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിലാണ് അതിനെ ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ദ ടെൻസൈൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ്. ഇവിടെ ഫിഗറിൽ ഈ ഒബ്ജക്റ്റിൽ രണ്ട് എൻഡ്സായിട്ട് നമ്മൾ പുള്ളിംഗ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അതും നോർമൽ ടു ദ സർഫസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡയറക്റ്റ് സ്ട്രെസ്സുമാണ്, ടെൻസൈൽ സ്ട്രെസ്സുമാണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുമ്പോഴോ, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വെൻ സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷസ്. ഇവിടെ കംപ്രസീവ് സ്ട്രെസ് നമുക്കിവിടെ കാണാം. ഇനി ഷിയർ സ്ട്രെസ് എന്താണ്? ഷിയർ സ്ട്രെസ് നമ്മൾ പറഞ്ഞു സർഫസിന് പാരലായിട്ടാണ് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഷിയർ സ്ട്രെസ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ദാറ്റ് ആക്ട് ടാൻജൻഷ്യൽ ടു ദ ഏരിയ. സർഫസിന് പാരലായിട്ട് അല്ലെങ്കിൽ ടാൻജൻഷ്യലായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഷിയർ സ്ട്രെസ് ആയിട്ട് മാറുന്നത്. റിപ്രസെൻറ്റ് ചെയ്യുന്ന ടോ യൂസ് ചെയ്തിട്ടാണ്. ടോ ഇസ് ഈക്വൽ ടു ഷിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഷിയർ ഏരിയ. ഇനി സ്ട്രെസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ടൈപ്സും ഡിസ്കസ് ചെയ്തു. സ്ട്രെയിൻ എന്താണ്? ഈ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബോഡിയിലൊരു ഡീഫോർമേഷൻ ഉണ്ടാവും, സൈസിലൊരു വ്യത്യാസം ഉണ്ടാവും. അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ ഇസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് L ആയിരുന്നു. നമ്മൾ ഇതിലൊരു ടെൻഷൻ അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് രണ്ട് എൻഡ്സിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഇതിനൊരു ഇലോങ്ങേഷൻ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഉണ്ടായ ഡീഫോർമേഷൻ എത്ര? Δl ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് വന്നത്. ഇപ്പോൾ നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ Δl, ഒറിജിനൽ ഡയമെൻഷൻ L. അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ യൂണിറ്റ്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ക്യാൻസൽ ഔട്ട് ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ ഡസ് നോട്ട് ഹാവ് എനി യൂണിറ്റ് ഓർ ഡയമെൻഷൻ. അപ്പോൾ സ്ട്രെയിൻ ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ഇനി സ്ട്രെയിനും മുമ്പേ പറഞ്ഞുകൊണ്ട് പല ടൈപ്സ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിൻ.
ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത്. ഇപ്പോൾ നമ്മൾ ആക്സിലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നു, അതുവഴി സ്ട്രെയിൻ ഉണ്ടായി. ആ സ്ട്രെയിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ യൂണിറ്റ് ലെങ്ത്. ഇനി ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ, ആ സർഫസിന് പാരലായിട്ട് നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കാരണം ഒരു ഡിഫോർമേഷൻ ഉണ്ടാകും. അത് കണ്ടുപിടിക്കുന്നതാണ് ഷിയർ സ്ട്രെയിനിൽ. ദ സ്ട്രെയിൻ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു ഷിയർ സ്ട്രെസ്, ദ റേഷ്യോ ഓഫ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക്. ഇവിടെ ഒരു ബ്ലോക്ക് ശ്രദ്ധിച്ച് അതിൻ്റെ ഈ സർഫസിന് പാരലായിട്ട് അല്ലെങ്കിൽ ടാൻജൻഷ്യലായിട്ട് ഒരു ഷിയർ ഫോഴ്സ് നമ്മൾ എഫ് എക്സ്റ്റേണൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബോഡി ഇങ്ങനെ ഒന്ന് ഡീഫോം ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഇസ് ഡെൽറ്റ എക്സ്, അതായത് ഈ ഉണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് എൽ. നമ്മൾ ഷിയർ സ്ട്രെയിനെ തീറ്റ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇൻ മോസ്റ്റ് കേസസ്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ ഇസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ആംഗുലർ ഡിഫോർമേഷൻ ബിറ്റ്വീൻ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. ഇനി വോളിയോമെട്രിക് സ്ട്രെയിൻ എന്താണ്? ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ക്യൂബ് കൺസിഡർ ചെയ്യുവാണ്, അതിനെ നമ്മളൊരു വാട്ടർ ടാങ്കിനുള്ളിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ചുറ്റും വെള്ളത്തിൻ്റെ പ്രഷർ അതിൻ്റെ എല്ലാ സൈഡ്സിലും ഈക്വലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ബോഡിയുടെ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ബോഡിക്ക് ചുറ്റും പുറമേ നിന്ന് എല്ലാ ഡയറക്ഷനിലും ഈക്വലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനൊരു ഡീഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാകുമ്പം അൺഈക്വലായിട്ടായിരിക്കത്തില്ല ഈ ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്, ഈക്വലായിട്ട് എല്ലാ ഡയറക്ഷനും സെയിം ആയിട്ട് തന്നെ ആയിരിക്കും അത് ഡീഫോം ആകുന്നത്, ചുരുങ്ങുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ വോളിയോമെട്രിക് സ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ബോഡി ടു ദ ഡീഫോർമേഷൻ ടു ഇറ്റ്സ് ഒറിജിനൽ വോളിയം. അതായത് ഈ ബ്ലോക്ക് ഒറിജിനലി ഈ സൈസ് ആയിരുന്നു, ഈ എക്സ്റ്റേണൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പോലുള്ള പ്രഷർ എല്ലാ ഡയറക്ഷനും ഈക്വലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ഒന്ന് റെഡ്യൂസ് ആകും. അപ്പോൾ ഡീഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈക്വലായിട്ടാണ് ഇതിൻ്റെ വോളിയം റിഡക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി എന്ന് നെയിം ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ ഒബ്റ്റെയിൻ ചെയ്യും. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ ബ്രിട്ടിൽ മെറ്റീരിയൽസിൻ്റെ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഒരു ടിപ്പിക്കൽ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും സ്ട്രെയിനും കാണാം. അപ്പം യൂഷ്വലി നമ്മളൊരു ബോഡി ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ഇപ്പോൾ ഒരു സ്റ്റീൽ റോഡ് കൺസിഡർ ചെയ്യുക, നമ്മൾ ലോഡ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ടെൻഷൻ ഫോഴ്സോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന നേരം ആദ്യം എന്ത് പറ്റും, അതിൻ്റെ ഈ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടാകും, ഒരു ഡീഫോർമേഷൻ ഉണ്ടാകും. ഈ ഡീഫോർമേഷനും സ്ട്രെസ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്ട്രെസ് എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് സ്ട്രെയിനും കൂടുന്നു. അപ്പോൾ ഈ ഒരു പോർഷനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സോൺ എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ ഇലാസ്റ്റിക് സോൺ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് വിളിച്ചാൽ എന്താ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനൊരു ഡീഫോർമേഷൻ ഉണ്ടായി, ലോഡ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പഴയ ഷേപ്പിലേക്ക് ഈ ബോഡി തിരിച്ചെത്തുമ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കർവിൻ്റെ അത്രയും പോർഷനിൽ ബോഡി ഇലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണലായിട്ട് വരുന്നത്. ഇനിയും ഇതിനെ ഇവിടെ ഈ ഒരു പോയിന്റ് പിയെ നമുക്ക് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കാം. ഈ പോയിന്റ് പി കാണിച്ചിരിക്കുന്ന പോയിന്റ് വരെ പ്രൊപ്പോർഷണലാണ്. സ്ട്രെസ് എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് സ്ട്രെയിനും കൂടുന്നു. ഇനിയും അതിനുശേഷം നമുക്കൊരു പോയിന്റ് ഇ കാണാം. ഈ പോയിന്റ് ഇ ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ പി തൊട്ട് ഇ വരെ ഉള്ള ഏരിയയിൽ ബോഡി ഇലാസ്റ്റിക് ആണ്, അതായത് ലോഡ് റിമൂവ് ചെയ്താൽ വീണ്ടും പഴയ ഷേപ്പിലേക്ക് എത്തും. പക്ഷേ പ്രൊപ്പോർഷണൽ ആകണമെന്നില്ല സ്ട്രെസ്സും സ്ട്രെയിനും. അപ്പോൾ അതുകൊണ്ടാണ് പി തൊട്ട് ഇ വരെയുള്ള റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് സോൺ എന്ന് വിളിക്കും. പക്ഷേ അവിടെ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ മാത്രമാണ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആകുന്നത്. അതായത് സ്ട്രെസ്സ് കൂടുന്ന അതേ അളവിൽ തന്നെ സ്ട്രെയിനും കൂടുന്നത്. ഇനി ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് നമുക്കൊരു അപ്പർ ഈൽഡ് പോയിൻറ്റും ലോവർ ഈൽഡ് പോയിൻറ്റും കാണാം. ഈ അപ്പർ ഈൽഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ബോഡിയുടെ ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെട്ടു. അതായത് വീണ്ടും നമ്മൾ ലോഡ് റിമൂവ് ചെയ്താൽ ബോഡി പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്തത്തില്ല, ഒരു പെർമനൻറ്റ് ഡീഫോർമേഷൻ അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബിഹേവിയറിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം യൂണിഫോം പ്ലാസ്റ്റിക് ഇലോങ്ങേഷൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് പ്ലാസ്റ്റിക് ബിഹേവിയറാണ് അവിടെ ബോഡി എക്സിബിറ്റ് ചെയ്യുന്നത്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ ഷേപ്പിലേക്ക് ഒറിജിനൽ ഷേപ്പിലേക്ക് ബോഡി തിരിച്ചെത്തുന്നില്ല, ഒരു പെർമനൻറ്റ് ഡീഫോർമേഷൻ ആ ബോഡിയിൽ ഉണ്ടായിരിക്കുന്നു. അവിടെ തന്നെ നമുക്ക് അപ്പർ ഈൽഡ് പോയിൻറ്റും ലോവർ ഈൽഡ് പോയിൻറ്റും ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ തുടങ്ങുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ അപ്പർ ഈൽഡ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമ്മൾ ലോഡ് കൂട്ടി കൊടുക്കും തോറും ഈ ബോഡിയിൽ എന്ത് പറ്റും, അതിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിൽ തന്നെ അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ തന്നെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി കുറച്ചുകൂടെ ലോഡ് ക്യാരി ചെയ്യാനായിട്ട് ബോഡി
റെഡി ആവുന്നു. ഇപ്പോൾ ബോഡി കുറച്ചുകൂടെ ലോഡ് ക്യാരി ചെയ്യുന്നു, അതനുസരിച്ച് കണ്ടോ ഈ കർവ് മുകളിലേക്ക് പോയത് കണ്ടോ, അതായത് സ്ട്രെസ്സ് കുറച്ചുകൂടെ ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അൾട്ടിമേറ്റ്ലി ഒരു പോയിന്റ് എസ് എത്തുന്നു, വിച്ച് ഇസ് കോൾഡ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് വരെയാണ് എനിക്ക് അത്രയും മാക്സിമം സ്ട്രെസ്സാണ് ബോഡിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അതിലും കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ബോഡി ഫ്രാക്ചറിലേക്ക് പോകും. അതാണ് പോയിന്റ് ബി ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഫ്രാക്ചർ പോയിന്റ്. ഇപ്പോൾ ലോഡിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബോഡിക്ക് ക്യാരി ചെയ്യുന്ന മാക്സിമം ലോഡ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എത്ര ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അൾട്ടിമേറ്റ് സ്ട്രെസ് എസ്. ഈ എസ് വാല്യൂ ആണ് ആ പർട്ടിക്കുലർ ബോഡിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സ്. അതിലും നമ്മൾ ലോഡ് വീണ്ടും ഇൻക്രീസ് ചെയ്യുവാണ്, വീണ്ടും ബോഡി സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോഡിക്ക് ഫ്രാക്ചർ സംഭവിക്കുന്നു. ഈ ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ നെക്കിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാകും. നെക്കിംഗ് എന്ന് വെച്ചാൽ ഒറിജിനലി നമ്മുടെ ബോഡി ഈ ഒരു ഷേപ്പിലായിരുന്നു, പിന്നീട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതോറും ഇതിന് ഇലോഗേഷനും സംഭവിക്കും. അതനുസരിച്ച് കണ്ടോ ക്രോസ് സെക്ഷൻ ഏരിയ ഇവിടെ കുറഞ്ഞു വന്ന് അൾട്ടിമേറ്റ്ലി ഈ നെക്കിംഗ് വരുന്ന പോർഷനിലായിരിക്കും ബ്രേക്കേജ് അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിയറിറ്റിക്കലി ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് നോക്കാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഇലാസ്റ്റിക് പോർഷനിൽ അപ്ലൈ ചെയ്യുന്ന ലോ ആണ് ഹുക്സ് ലോ. ഹുക്സ് ലോ എന്താണ്? ഹുക്സ് ലോ പ്രകാരം സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് എങ്കിൽ സ്ട്രെസ് ബോഡി തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചെത്തും വെൻ ദ ലോഡ് ഇസ് റിമൂവ്ഡ്. അതുകൂടാതെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിനുള്ളിൽ ബോഡിയിലെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞല്ലോ, അതാണ് ഈ ഹുക്സ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സോളിഡ് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ സ്ട്രെയിൻ. ഇപ്പോൾ സിഗ്മ ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, സിഗ്മ ഇസ് എ സ്ട്രെസ്. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന കോൺസ്റ്റൻറ്റ് ആണ് മോഡുലസ് ഓഫ് elasticity E. The slope of this line is a constant of proportionality called modulus of elasticity E or Young's modulus. Young's modulus is equal to stress by strain. It is a measure of the stiffness of the material. ഇനിയും പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് എ റീജിയൻ ഇൻ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ദാറ്റ് ഒബേസ് ദ ഹുക്സ് ലോ. അത് കഴിഞ്ഞ് നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് വരുമെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് എ പോയിന്റ് ഇൻ ദ ഗ്രാഫ് അപ് ടു വിച്ച് മെറ്റീരിയൽ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് or position when the load acting on it is completely removed. ഇനി അത് കഴിഞ്ഞ് നമുക്ക് yield points വരുന്നുണ്ട്. The yield point is defined as a point at which the material starts to deform plastically. അപ്പോൾ പ്ലാസ്റ്റിക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്ത് തുടങ്ങുന്നത് yield പോയിന്റിന് ശേഷമാണ്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് റീജിയൻ കാണാം, ഇവിടെ നമുക്ക് അപ്പർ yield പോയിന്റ് ലോവർ yield പോയിന്റ്സ് കാണാം. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് റീജിയനിലേക്ക് അപ്പർ yield പോയിന്റ് തൊട്ട് പ്ലാസ്റ്റിക് ബിഹേവിയർ ബോഡി എക്സിബിറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ഇനി സ്ട്രെയിൻ ഹാർഡനിങ് എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അപ്പർ yield പോയിന്റിന് ശേഷം പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ സ്ട്രെസ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് കുറച്ചുകൂടെ ലോഡ് ബോഡി ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ തന്നെ ആ പർട്ടിക്കുലർ മെറ്റീരിയൽ റീഅറേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രെസ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് വിളിക്കുന്നത്. ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസിങ് ഇൻ സ്ട്രെസ് ഫ്രം ലോവർ yield പോയിന്റ് ടു അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ഇസ് കോൾഡ് ആസ് സ്ട്രെയിൻ ഹാർഡനിങ്. ഇനി അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്തായിരുന്നു? ആ പർട്ടിക്കുലർ ബോഡിക്ക് ക്യാരി ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്. ഇറ്റ് ഇസ് എ പോയിന്റ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ മാക്സിമം സ്ട്രെസ് that a material can endure before failure. After reaching the ultimate stress, specimens of ductile material will exhibit necking. അപ്പോൾ നെക്കിങ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. വീണ്ടും സ്ട്രെയിൻ ഹാർഡനിങ് ചെയ്തും അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണ് എങ്കിൽ നെക്കിങ് ഉണ്ടായി അൾട്ടിമേറ്റ്ലി ഫ്രാക്ചർ ഉണ്ടാകുന്നു. Fracture or breaking point is a point in the stress strain curve at which failure of the material takes place. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പം എന്താണ് ഡക്റ്റൈൽ മെറ്റീരിയലും ബ്രിട്ടിൽ മെറ്റീരിയലും? ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു, മെറ്റീരിയൽ കുറച്ചൊക്കെ എലോങ്ങേറ്റ് ചെയ്യും ഫെയിലിയർ ഉണ്ടാകാതെ. അപ്പോൾ വലിയാൻ കഴിവുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് അതിന് വലിയാനുള്ള അല്ലെങ്കിൽ ആ സ്ട്രെസ് ക്യാരി ചെയ്യാനുള്ള ശേഷി ഇല്ല എങ്കിൽ അപ്പോൾ തന്നെ അത് ഫ്രാക്ചർ ഉണ്ടാകും. അതിനൊട്ടും ഇലോങ്ങേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീഫോം ചെയ്യാനുള്ള ഒരു കഴിവില്ല. അപ്പം തന്നെ അതിന് ഫ്രാക്ചർ ഉണ്ടായി പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയൽസിൻ്റെ കേസിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈ ഒരു ഷേപ്പായിരിക്കും. In these materials, there is no appreciable change in the rate of strain. There is no yield point and no necking takes place. Ultimate point and breaking point are on the same, one and the same. The strain at failure is very small. പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി. ഇപ്പോൾ ചോക്ക് പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണ്. നമ്മളൊന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുമ്പോൾ തന്നെ അത് ബ്രേക്ക് ആവും. പിന്നെ നെക്കിങ്ങോ അങ്ങനത്തെ അല്ലെങ്കിൽ ഈൽഡിങ്ങോ അങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒന്നും ബ്രിട്ടിൽ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യില്ല.
ഇനി നമുക്ക് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. അതിലൊരു ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് യങ്സ് മോഡുലസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മറ്റ് രണ്ട് കോൺസ്റ്റൻസുകളുണ്ട്, ബൾക്ക് മോഡുലസും മോഡുലസ് ഓഫ് റിജിഡിറ്റി. ബൾക്ക് മോഡുലസ് ഇസ് എ റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ടു വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്റ്റ് സ്ട്രെസ്സും ഡിനോമിനേറ്ററിൽ വോളിയോമെട്രിക് സ്ട്രെയിനും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ ബൾക്ക് മോഡുലസ്. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്തായിരുന്നു? അത് നമ്മൾ നേരത്തെ പഠിച്ച ഡെൽറ്റ വി ബൈ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇനി നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ വോളിയം ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ. അപ്പോൾ ഈ ബൾക്ക് മോഡുലസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കിട്ടും. കാരണം എന്താ? ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതോറും വോളിയം റെഡ്യൂസ് ചെയ്യുമല്ലേ, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. അടുത്തത് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഷിയർ മോഡുലസ് എന്ന് വിളിക്കാറുണ്ട്. ജി യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ജി ഈസ് ഈക്വൽ ടു ടോ ബൈ തീറ്റ. ഇനി മറ്റൊരു ഇലാസ്റ്റിക് കോൺസ്റ്റൻസിന് ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന അടുത്ത ടേമാണ് പോയ്സൺസ് റേഷ്യോ. റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്, ഇപ്പം ഈ ഒരു റോഡ് ശ്രദ്ധിച്ച് ഇതിൽ നമ്മൾ ലോഡ് പി അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇതിനൊരു ഡിഫ്ലക്ഷൻ ഡെൽറ്റയും ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോക്കി അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമെന്ന്, തിക്നെസ് കുറയും. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലും ഉണ്ടാകുന്നുണ്ട്, ലാറ്ററൽ ഡയറക്ഷനിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇനി യൂഷ്വലി പോയ്സൺസ് റേഷ്യോയുടെ റേഞ്ച് എത്ര തൊട്ട് എത്ര വരെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 0 to 0.5 വരെയാണ് പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ, ആ ഒരു റേഞ്ച് വരുന്നത്. കോർക്കെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്, അതിന് പോയ്സൺസ് റേഷ്യോ 0 ആണ് വരുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ വെരീസ് ഫ്രം 0.08 to 0.18. സ്റ്റീലിന് 0.25 to 0.33, കാസ്റ്റ് അയണിന് 0.23 to 0.27, റബ്ബറിന് 0.5 ആണ് പോയ്സൺസ് റേഷ്യോ വരുന്നത്. ഇനി ഈ പറഞ്ഞ 3 കോൺസ്റ്റൻസും അതേപോലെ പോയ്സൺസ് റേഷ്യോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് പ്രോബ്ലംസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E is equal to 9 kg by 3k plus g. K എന്തുവാ? ബൾക്ക് മോഡുലസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. G is the ഷിയർ മോഡുലസ്. അല്ലെങ്കിൽ E is equal to 2j into 1 plus ന്യൂ. ന്യൂ ഇവിടെ പോയ്സൺസ് റേഷ്യോ ആണ്. അല്ലെങ്കിൽ E is equal to 3k into 1 minus 2 ന്യൂ. E is equal to 3k minus 2g by 6k plus 2g. അപ്പോൾ ഇതിലെ ഏതെങ്കിലും 3 ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ 4 ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു പോർഷനിൽ വരുന്ന അവസാനത്തെ ഒരു ടേമാണ് ടഫ്നെസ്. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിക് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താ? ടഫ്നെസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ഫ്രാക്ചർ. ഫ്രാക്ചർ ഉണ്ടാകുന്നതിന് മുന്നേ എത്രത്തോളം എനർജി ആ ബോഡിക്ക് അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്ന് ടഫ്നെസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കർവിന് അടിയിൽ വരുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ അതായിരിക്കും ദാറ്റ് വിൽ ഗിവ് ദ വാല്യൂ ഓഫ് ടഫ്നെസ്. ഇപ്പം ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ ഇത്ര ഏരിയയും ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് എങ്കിൽ ഇത്ര ഏരിയ ആയിരിക്കും നമുക്ക് ടഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഏരിയ ആണ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റെപ്രസെൻറ്റ്സ് എനർജി റിക്വയർഡ് ഓർ സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ ബിഫോർ ഇറ്റ്സ് ഫെയിലിയർ. അതാണ് ടഫ്നെസ്. അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ട്രെസ്സിൻ്റെ ടൈപ്സ് പറഞ്ഞു, സ്ട്രെയിൻ്റെ ടൈപ്സ് പറഞ്ഞു, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡിസ്കസ് ചെയ്തു, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്തു, ടഫ്നെസ്സും ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.